ഇവിടെ പണം ഉണ്ടാക്കാൻ പല വഴികളുണ്ട്. അതിലൊന്നാണ് മോഷണം. നമ്മളുടെ പാത മോഷണം. ഐ ആം രാജ്. ഐ ആം ദ ബിഗ്ഗസ്റ്റ് തീഫ് ഇൻ ദ വേൾഡ്. ഇയാൾ ആകെ 2 മോഷണം നടത്തി. ആ 2 നാട്ടുകാരെ പിടിക്കുകയും ചെയ്ത് പിടിച്ചിടിക്കുകയും ചെയ്ത്. അങ്ങനെ പറയുന്നത് എനിക്ക് നിങ്ങളെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇയാളെ ഷോയിന് സഹിക്കണല്ലോ. എടാ ഇയാള് പറയുന്നതും കേട്ട് സഹിച്ചു നിൽക്കുക. അല്ല ഇയാളും കൂടെ മോഷണത്തിന് കൊണ്ടുപോകാം. ശരിയാ. നമ്മള് 3 പേരുടെ ടീമിന് ഒരു പേര് വേണം. രാഹുൽ, രാജു, രമേശ്. ഇയാളിത് നശിപ്പിക്കും. ഓരോ തൊണ്ണ പേരും കൊണ്ടുവരും. മോയന്ത് ടോപ്പിക്കിലേക്ക് വാ. അണ്ണാ ഞാൻ രാവിലെ പറഞ്ഞ അവിടെ വീട് അത് കൊള്ളാം. അവിടെയാണ് ആകെ ഒരു ഒറ്റയാള് മാത്രം താമസിക്കുന്നു. അയാളൊക്കെ ഉറക്കഭ്രാന്തനാണ്. ഒരു 9 മണി കഴിയുമ്പോഴേക്കും അയാൾ ഉറങ്ങും. അയാളാണെങ്കിൽ അയാളെ പൈസ മുഴുവൻ അയാൾ അലമാരിക്കാത്തത് കുറഞ്ഞതൊരു 10-15 ലക്ഷം. അതൊന്നും വേണ്ട. ഞാൻ കഴിഞ്ഞ ആഴ്ച പണിക്ക് പോയി. അവിടെ ചുരുങ്ങിയത് 100 രൂപ. ആ ചേച്ചി എവിടെയാണ് താക്കോലൊക്കെ നിന്ന് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. 10 ലക്ഷം വേണം. അതോ 100 രൂപ വേണം? ഇതാണ് ഞാൻ പറഞ്ഞ വീട്. ഇതാണ് ഞാൻ പറഞ്ഞ വീട്. കടിക്കല്ലടോ. ബ്ലാക്കും ഇതെന്താ കാറ്ററിംഗിന് പോകും. സ്റ്റാൻഡേർഡ് ആയി പോണ്ടേ. സ്റ്റാൻഡേർഡ് ശരിയാ. എല്ലാരും സ്റ്റാൻഡേർഡ് ഡ്രസ്സിലാ. ഷർട്ട് കിടന്നാലും ചവണ എടുക്കണമെന്നല്ലേ നമ്മള് കള്ളന്മാരെന്ന് പാരം പറയൂ. എവിടെ നമുക്ക് മധുര ശരിയാണ്. അല്ലണ്ണാ 100 പവനൊക്കെ ഉണ്ടാവോ? എടാ പട്ടി ഉണ്ട് വീട്ടില്. പട്ടി ഇങ്ങട്ട് വാടാ. നരമണ്ണ പട്ടി കടിച്ചാൽ അടുത്തുള്ള ഈ പണ്ണിയണ്ണ. നമ്മള് കല്യാണം ശരിക്കാൻ വന്നതല്ല. സോറി നിന്റെ പൊന്നെണ്ണ അത് തുറന്നാ പോലെ മൂടി നീറണ്ട. ഇയാളൊക്കെ ഇങ്ങോട്ടായിരിക്കും. ആ ഫ്ലാഷ് ഒന്ന് നോക്കടാ. അണ്ണാ അത് അടയ്ക്കണോ? ചെരുപ്പ് പുറത്ത് വെച്ചോളത്തിൽ പട്ടി അടിക്കോ? അത് കണ്ടേ എങ്ങനെ തുറക്കും? താക്കോല് ഉപയോഗിച്ചിട്ട് അതിന് ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ അല്ലെന്നുണ്ടോ? അതില്ല. എന്തിനാണ് അണ്ണൻ എന്ത് വാതിൽ തുറക്കൂ? പിന്നെ തുറക്കൂ സിംസും പറഞ്ഞ വാതിൽ തുറക്കൂ. തുറക്കൂ സിം സിം സിം. ചില്ലറക്കാരനല്ല. എന്താ വെച്ചാൽ 1 മിനിറ്റ് ആണ് ലൈറ്റ് ഇടവരുടെ കണ്ണ് കാണാതെ നിൽക്കട്ടെ. ശരി. ഞാൻ അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോയി ഞാൻ അങ്ങോട്ട് പോവാം. ഓക്കെ. പിന്നെ അവിടെ കുറച്ച് തുണി കുറച്ച് പൈസ തുണി പൈസ കൂടി അടിപൊളി. അതില്ല ഓട്ടണ്ട. അടുത്തെന്താ ഇത് അരി, പച്ചമുളക്, തൈര്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. നോക്കിയാൽ ബാക്കി ഇതൊക്കെ എന്തിനാ? ശരിയാ. കുറച്ച് സുഖം ജീവിക്കാൻ കറണ്ട് വല്ല പുറത്ത് നേരെ ചോറ് കഴിക്കുന്ന
എന്ത് ചെയ്യാനൊരു സെന്റർ. അപ്പോ ശുഭരാത്രി സുഖ നിദ്ര. നമുക്ക് പോണ്ടേ? പോണ്ടേ? സമയം പഠിക്കുക എന്താ നമ്മൾ ആ വഴി കൂടി എങ്ങോട്ട് വന്നേ? എന്നിട്ട് നമ്മളിങ്ങനെ ഇതിലൂടെ ഇവിടെ എത്തിയേ? സാധനങ്ങൾ പോയി പച്ചക്കറി ഓടിക്കാം ഈ വീട്ടിലൊന്നും ആരുമില്ല. അണ്ണ തന്നോട് എത്രയോ വട്ടം പറഞ്ഞതല്ലേ ഞങ്ങള് പറയാൻ വിട്ടു പോന്നപ്പോ തനിക്ക് ഇതേ പറ്റുള്ളൂ. ഈ വീട്ടിലൊന്നും ആരുമില്ലേ? എന്ത് ഇവിടുത്തെ ചേച്ചി ചേട്ടനും കൂടിയിട്ട് ഇവരുടെ മക്കളെ വാഷിംഗ് മെഷീൻ സോറി അമേരിക്കയിലെ വാഷിംഗ്ടൺ ആ പരിപാടി പരിപാടിയോ എന്താ കുടുംബങ്ങളോ? അവിടെ എങ്ങോട്ടെങ്കിലും ഒക്കെ പാലടാ. ഇങ്ങോട്ട് പോരാ. അയ്യോ ഞാൻ പുറത്തല്ലേ പാട്ടത്തി നോക്കിക്കാൻ പോടാ. കിടന്നുറങ്ങടാ. എടാ ഒരു ദിവസത്തേക്കെന്ന് പറഞ്ഞാൽ അവരോട് കാർ വാങ്ങി. ഇതിപ്പോൾ ദിവസം 5 ഇന്നെങ്കിലും ഒന്ന് കൊണ്ടു കൊടുക്കണേ. കൊണ്ടുപോയി കൊടുക്കണ്ണ. അണ്ണൻ ഇത് വളഞ്ഞ വഴിയുള്ള സുഹൃത്തല്ലേ, 2 ദിവസം കഴിഞ്ഞിട്ട് കൊടുക്ക. എടാ വണ്ടി നിർത്ത്. എന്താ എടാ റിവേഴ്സ് എന്താ ഇവിടെ നിർത്തിക്കോ. എടാ ഈ വീട് ഇന്നലെ ഞാൻ സ്വപ്നത്തിൽ കണ്ടടാ. എടാ ഞാനും കണ്ടടാ. അല്ലടാ നമ്മൾ ഈ വീട്ടിനുള്ളിൽ കുടുങ്ങി പോയിട്ട് പുറത്തിറങ്ങാൻ പറ്റുന്ന അങ്ങനെ നല്ല സ്വപ്നം കണ്ടേ? അണ്ണാ പോകണ്ട അണ്ണാ. രമേശ അണ്ണാ അണ്ണ പോകണ അണ്ണാ. ഞാൻ വെള്ളം എടുത്ത് തരാം.
നമ്മള് വീട്ടിൽ ഞാൻ മുകളിൽ വീണ്, ഞാൻ നേരെ പോയി വീണ് ബാത്റൂമില്, അവിടെ ഇങ്ങോട്ട് വീണ്. മുകളിൽ സീലിംഗാ. അവിടെ സ്വപ്നത്തിൽ കണ്ടൊക്കെ പരിക്ക് കിട്ടും, അതേപോലെ നടക്കുന്നുണ്ട്. എന്തോ പ്രശ്നം പോയോ? പ്രേതം കണ്ടാ ഞാൻ മുകളിൽ വീണതാ താഴേക്ക്. എനിക്ക് തോന്നുന്നത് ഇതിനൊരു ലൂപ്പാണ്. എടാ, ഇത് നമ്മൾ ഇതിലൂടെ സ്വപ്നത്തെ പറഞ്ഞത്. മാധുരിയുടെ ഇഷ്ടമാണ്. അവൻ കറിഞ്ഞിന്റെ ഇവിടെ പോയോക്കല്ലേ കൃഷ്ണൻ മുക്ത ഇതാണല്ലേ നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ്. അതെ, ഇവിടെ കുറഞ്ഞത് ഒരു 100 പവൻ സ്വർണ്ണെങ്കിലും കാണും. അപ്പോൾ ഇന്നേക്കൊരു പൊടി.